ഹായ് കുട്ടികളെ, നമുക്ക് ലോസ് ഓഫ് മോഷൻ ഇച്ചിരി കൂടുതലുണ്ട്, അതുകൊണ്ട് ഞാൻ അടുത്തതും കൂടി എടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്തെങ്കിലും എന്തൊക്കെയാണ് ആക്ച്വലി ലോസ് ഓഫ് മോഷൻ നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നിങ്ങളെല്ലാം തിയറിയൊക്കെ പഠിക്കുന്നുണ്ടാവും. അതായത് ഏതെങ്കിലും ഒരു ബോഡി നമ്മൾ എപ്പോഴാണ് ഒരു എക്സ്റ്റേണലി ഒരു ബോഡി ഇങ്ങനെ അനങ്ങാതെ നിൽക്കുവാണെങ്കിൽ അതിന് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അത് മുന്നോട്ട് പോകത്തുള്ളൂ. ഇറ്റ് നീഡ്സ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അതിനെ ആ ഇനേഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് മാറ്റണമെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. അതുപോലെ തന്നെ ഒരു ബോഡി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്, കണ്ടിന്യൂസ് വെലോസിറ്റിയിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫോഴ്സ്, അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡിയെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു ബോഡിയെ വർക്ക് ചെയ്യിക്കണമെങ്കിൽ, മുന്നോട്ട് നീക്കണമെങ്കിലും, എന്തെങ്കിലും അതിനെക്കൊണ്ട് എന്തെങ്കിലും ഒരു ആക്സിലറേഷൻ അതിൽ ഉണ്ടാക്കണമെങ്കിലും വി നീഡ് എ ഫോഴ്സ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഫോഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇതുവരെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു, എന്നാലും കുറച്ചുകൂടെ നമുക്കുള്ള ഈ രീതിയിലുള്ള പ്രോബ്ലംസ് കുറച്ചുകൂടെ നമുക്ക് ചെയ്യാം. അതായത് ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ നോക്കണം. നമ്മൾ നോർമൽ ഫോഴ്സ് എപ്പോഴും പഠിച്ചു. നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതൊരു ബോഡി ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ്, നോർമൽ കേസിൽ ഇത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ വെയിറ്റ് ഈസ് മാസ്, ഇതാണെങ്കിൽ വെയിറ്റ് ഈസ് mg. നമ്മൾ നോർമൽ കേസിൽ പറഞ്ഞു നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് നോർമൽ റിയാക്ഷൻ എഗെയിൻസ്റ്റ് നോർമൽ ടു ദി സർഫസ്. ഏത് സർഫസിന്? ഇപ്പോൾ ചെരിഞ്ഞാണിരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? ചെരിഞ്ഞാണിരിക്കുന്നതെങ്കിലും വെയിറ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. വെയിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മാസ് ഇൻറ്റു ജി. പക്ഷെ നോർമൽ റിയാക്ഷൻ എപ്പോഴും ഈ സർഫസ് ഉണ്ടല്ലോ, ആ സർഫസിന് പെർപെൻഡിക്കുലറായിട്ടും എഗെയിൻസ്റ്റ് ആയിട്ടേ വരത്തുള്ളൂ, ഓപ്പോസിറ്റ് ആയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഇനി ഇങ്ങനെ അനങ്ങാതെ ഒരു ബോഡി ഇരിക്കുവാണെങ്കിൽ അതിങ്ങനെ ഒരു ഫ്രിക്ഷൻ ഇല്ലാത്ത കേസസ് ഒക്കെ ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ ട്രെയിനിൻ്റെ കേസൊക്കെ പറയുന്നത് ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ കേസിൽ. പക്ഷേ ഫ്രിക്ഷൻ, ഏതെങ്കിലും ഒരു രണ്ട് ബോഡീസ് ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എപ്പോഴും ഫ്രിക്ഷൻ വരും. അപ്പോൾ എഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ, ആ ഫ്രിക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോർമൽ കേസിൽ ഇപ്പോൾ ഈ ബോഡി ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു, ഇങ്ങനെയാണ് അതിനൊരു അപ്ലൈഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങോട്ട് അതിനെ പിടിച്ച് വലിക്കുവാണെങ്കിൽ അതിനെപ്പോഴും ഇവിടെ തന്നെ ഇരിക്കാനുള്ളൊരു ടെൻഡൻസി, അനങ്ങാനുള്ള നമുക്കിങ്ങനെ മടി കാരണം നമ്മൾ അനങ്ങാതിരിക്കത്തില്ലേ. പക്ഷേ ഒരു ഫോഴ്സ് കിട്ടി ആ മടി ഓവർകം ചെയ്താൽ പിന്നെ നമ്മൾ ഫുൾ സ്പീഡിൽ അങ്ങ് പൊയ്ക്കോളും, കുഴപ്പമില്ല. സ്റ്റാർട്ടിങ് ഒരു ഫോഴ്സ് വേണം നമുക്കത് മൂവ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫ്രിക്ഷനാണ്. ഈ ബോഡിയും ഈ താഴത്തെ ഉള്ള സർഫസും കൂടെയുള്ള ആ ഒരു ഫ്രിക്ഷൻ, ആ ഫ്രിക്ഷൻ്റെ കോഎഫിഷ്യൻ്റാണ് മ്യൂ. അപ്പോൾ ഈ എൻ എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പോസിറ്റ് ഇതായിരിക്കും. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും മ്യൂ ഇൻറ്റു എൻ ആയിരിക്കും. മ്യൂ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ചില കേസിൽ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ നോർമൽ റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ബോഡി ആണെങ്കിൽ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് mg ആയിരിക്കും. അപ്പം ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ മ്യൂ ഇൻറ്റു mg ആയിരിക്കും. പക്ഷേ ഈ കേസിൽ നോക്കിക്കേ, ഈ കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഈ കേസിൽ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് തീറ്റയാണെങ്കിൽ, ഇവിടെ തീറ്റയാണെങ്കിൽ ഇത് തീറ്റയായിരിക്കും. ദാറ്റ് ഈസ് mg കോസ് തീറ്റ ആയിരിക്കും. അപ്പോൾ ഇതിലെ നോർമൽ റിയാക്ഷൻ എന്നു പറയുന്നത് mg കോസ് തീറ്റ കേട്ടോ. അപ്പോൾ കേസ് നോക്കിയിട്ട് വേണം എടുക്കണം. ഇവിടെ കറക്റ്റ് mg മാത്രമേ ഉള്ളൂ. അപ്പം മ്യൂ mg കോസ് തീറ്റ ആയിരിക്കും ഈ കേസിൽ നമ്മുടെ നോർമൽ റിയാക്ഷൻ. അപ്പോൾ ആ നോർമൽ റിയാക്ഷൻ ആയിരിക്കും, നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ mg കോസ് തീറ്റ വരും. മ്യൂ mg കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതിപ്പോൾ ഈ ബോഡി ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അതാണ് നമ്മുടെ മ്യൂ എന്നിന് മാറ്റമില്ല. പക്ഷേ എന്നിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് ഈ കോസ് തീറ്റ ആഡ് ചെയ്യും. അപ്പോൾ എപ്പോഴാണ് കോസ് തീറ്റ ആഡ് ചെയ്യേണ്ടത്, എപ്പോഴാണ് കോസ് തീറ്റ ആഡ് ചെയ്യേണ്ടാത്തതെന്ന് എപ്പോഴും ഓർക്കണം. അതേപോലെ തന്നെ ഒരു കേസും കൂടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിലാണ് എക്സ്റ്റേണൽ ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആ എക്സ്റ്റേണൽ ഫോഴ്സ് ഇപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടുണ്ട്, മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇപ്പോൾ ഏതെങ്കിലും കേസിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും തന്നിട്ടില്ല. അതുപോലെ തന്നെ വെലോസിറ്റി ഒന്നെങ്കിൽ ചിലപ്പം വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറയാം. അപ്പോൾ ക്വസ്റ്റ്യൻ എപ്പോഴും നോക്കണം, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ആക്സിലറേഷൻ 0 ആണ്, അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും പ്രത്യേകിച്ച് തന്നിട്ടില്ല എന്നൊക്കെയുള്ള കേസിൽ നമുക്ക് ഈ m ഇൻറ്റു a എന്ന് പറയുന്നത് 0 ആയിട്ട് വരും.
അപ്പോൾ ബാക്കിയുള്ള ഫോഴ്സ് മാത്രം നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എപ്പോഴും ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിലോ എക്സ്റ്റേണൽ ആക്സിലറേഷനോ ഉണ്ടെങ്കിലോ നമ്മുടെ ഇക്വേഷൻ മാസ് ഇൻറ്റു ആക്സിലറേഷനാണ് ബാക്കിയുള്ള ഫോഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ആക്സിലറേഷൻ്റെ ഡയറക്ഷനിലുള്ളതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുക, ഇല്ലാത്തതൊക്കെ നെഗറ്റീവായിട്ട് എടുക്കുക. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ഇങ്ങനെ വരുമ്പം നോർമൽ റിയാക്ഷൻ mg ആണ്, പക്ഷേ ഇങ്ങനെ വരുമ്പം mg cos θ ആയിരിക്കും. പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എക്സ്റ്റേണലായിട്ട് പറയുന്നത്, എക്സ്ട്രാ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ μ × n ആയിരിക്കും. ആ നോർമൽ ഫോഴ്സ് എങ്ങനെ വന്നെന്ന് മനസ്സിലായാലും ഓപ്പോസിറ്റ് ആയിട്ട് വന്ന ഒരു ഫോഴ്സാണ് നോർമൽ ഫോഴ്സ്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് വന്ന പ്രോബ്ലംസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. ഇത് 2020 ഒരു പ്രോബ്ലമാണ്. 2020 കീമിൽ വന്ന പ്രോബ്ലമാണ്. എ വുഡൻ ബ്ലോക്ക് ഓഫ് മാസ് 10 kg ഈസ് മൂവിങ് വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ് 3 m/s² ഓൺ എ റഫ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട്, റഫ് ഫ്ലോർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശം? അതിന് എന്തായാലും ഫ്രിക്ഷൻ ഉണ്ട്. ഇഫ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് 0.3 ദെൻ ദ അപ്ലൈഡ് ഫോഴ്സ് ഓൺ ഇറ്റ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ തന്നിട്ട് അതിൻ്റെ അർത്ഥം അതിനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു ബോഡി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? എം എന്ന് പറയുന്നത് വാട്ട് ഈസ് എം ഈസ് 10 kg. അപ്പം അതിൻ്റെ വെയിറ്റ് ഇങ്ങോട്ടായിരിക്കും 10 × 10g എഴുതാം. g 10 പറയുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ഈസ് ഈക്വൽ ടു 10g ഈസ് ഈക്വൽ ടു 10 × 10 ഈസ് ഈക്വൽ ടു 100. വെയിറ്റ് നമുക്ക് കിട്ടി, 10g 100 കിട്ടി. പിന്നെ നമ്മുടെ നോർമൽ റിയാക്ഷൻ 100 ന്യൂട്ടൺ തന്നെ എഴുതാം. നോർമൽ റിയാക്ഷൻ ഇങ്ങനെ പോകും, തിരിച്ചാണ് നോർമൽ റിയാക്ഷൻ. പിന്നെ ഫോഴ്സ് നമ്മൾ ആലോചിക്കുകയാണ്, ഇങ്ങനെയാണ് ഫോഴ്സ്, ആക്സിലറേഷൻ്റെ ഡയറക്ഷനും അങ്ങനെ തന്നെ. അപ്പം എക്സ്റ്റേണൽ ആക്സിലറേഷൻ ഉണ്ട്. അപ്പം മാസ് നമുക്കറിയാം, മാസ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 10 kg. നമ്മുടെ വെയിറ്റ് കിട്ടി, വെയിറ്റ് ഈസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ. പിന്നെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, എത്രയാണ്? 3 m/s². കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ μ ഈസ് ഈക്വൽ ടു 0.3. g നമുക്കറിയാം, ഇത്രയാണ് വന്നിരിക്കുന്നത്. വാട്ട് ഈസ് എ എക്സ്റ്റേണൽ ഫോഴ്സ്? എഫ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ എഫിൻ്റെ വാല്യൂ അറിയണം നമുക്ക്. അപ്പോൾ തിരിച്ചുള്ള നമുക്ക് എന്താണ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സാധനം വന്നിരിക്കുന്നത്? ഇങ്ങനെയുള്ളൊരു റിയാക്ഷനാണ് ആകെപ്പാട് ഇതിനകത്ത് എക്സ്റ്റേണലായിട്ട് നമുക്ക് വന്നേക്കുന്നത്. ഇതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സാണ്, അതായത് μ × n. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് μ × n. അപ്പോൾ n എത്രയാണ് നമുക്ക് വരുന്നത്? n ഈസ് ഈക്വൽ ടു, കറക്റ്റ് സ്ട്രെയിറ്റ് ഇങ്ങോട്ടല്ലേ, w തന്നെ, ദാറ്റ് ഈസ് m × g ഈക്വൽ ടു 100. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0.3 × n ഈക്വൽ ടു 0.3 × 100. എത്ര വരും? 30 ന്യൂട്ടൺ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇത് കിട്ടി. ഇനി നമ്മുടെ നെറ്റ് ഫോഴ്സ് ആസ് പെർ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ആണ്. നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആയിരിക്കും. ഇപ്പം മാസ് ഇൻറ്റു ആക്സിലറേഷൻ, ഇതിനകത്തുള്ള നെറ്റ് ഫോഴ്സ് ഏതൊക്കെയാണ്? ഒരെണ്ണം, ആക്സിലറേഷൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് എഫ് പോകുന്നത്, അതുകൊണ്ട് നമുക്ക് ഇത് പോസിറ്റീവായിട്ട് എടുക്കാം, എഫ്. പിന്നെ ഇത് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. μ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അത് നമുക്ക് μ n എന്ന് എഴുതാം. അപ്പോൾ അതുകൊണ്ട് -μ n അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പം എഫ് എത്രയാണ്? എഫ് നമുക്ക് അറിയത്തില്ല. എം അറിയാം. എം എത്രയാണ്? നമ്മുടെ 10. ആക്സലറേഷൻ എത്രയാണ്? 3 ഈക്വൽ ടു എഫ് നമുക്ക് അറിയത്തില്ല, -μ n. μ n-ൻ്റെ വാല്യൂ എല്ലാം നമ്മളിവിടെ കണ്ടുപിടിച്ച്, അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. μ n ഈസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് F - 30. ഇതെങ്ങനെ കിട്ടിയെന്ന് അറിയാലോ. ദിസ് വൺ ഈസ് ഓൾസോ 30 ഈക്വൽ ടു F - 30. അപ്പോൾ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 30നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, 30 + 30 ഈക്വൽ ടു 60 ന്യൂട്ടൺ. സിമ്പിൾ അല്ലേ? ജസ്റ്റ് മനക്കണക്ക് കൊണ്ട് ചെയ്യാവുന്ന തന്നെയുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് വളരെ സിമ്പിൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. 2020 വന്നിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ഗ്രൗണ്ടിൽ ഒരു വുഡൻ ബ്ലോക്ക് ഇരിക്കുന്നു. അതിന് അങ്ങോട്ട് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഫ്രിക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് 0.3 തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടുണ്ട് ആക്സിലറേഷൻ ഉള്ളത് കൊണ്ട് അതിന് നെറ്റ് ആക്സിലറേഷൻ ഉണ്ട്. ഇപ്പം നെറ്റ് ആക്സിലറേഷൻ ഇല്ല, അല്ലെങ്കിൽ വെലോസിറ്റി 0 ആണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഈ
പോർഷൻ നമുക്ക് 0 ആയിട്ട് എടുക്കാം. പക്ഷേ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആക്സിലറേഷൻ ഉള്ളത് കൊണ്ടാണല്ലോ അത് മൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സും ഉള്ളത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടുണ്ട്. അതാണ് മ്യൂ എൻ. എൻ എന്ന് പറയുന്നത് ഇത് സ്ട്രെയിറ്റ് നിൽക്കുന്നതുകൊണ്ട് വെയിറ്റ് തന്നെയായിരിക്കും നോർമൽ റിയാക്ഷനും. ആ നോർമൽ റിയാക്ഷൻ ഈസ് വെയിറ്റ്, ദാറ്റ് ഈസ് mg 100. അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൽ സംശയിക്കാനുള്ളതൊന്നുമില്ല. വളരെ സിമ്പിൾ ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഇങ്ങനൊരു പ്രോബ്ലം വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യണം. ഇത് അതിൻ്റെ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. ഓക്കെ, അടുത്തത് 2023 ഒരു പ്രോബ്ലമാണ്. എ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈസ് എക്സേർട്ടഡ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഹൊറിസോണ്ടൽ ഫോഴ്സാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിലപ്പോൾ നമുക്ക് തെറ്റുപറ്റി പോകുന്ന അവിടേക്കാണ്. ഹൊറിസോണ്ടൽ ഫോഴ്സാണ് പറഞ്ഞേക്കുന്നത്. ഈസ് എക്സേർട്ടഡ് ഓൺ എ 20 kg ബോക്സ്. മാസ് തന്നിട്ടുണ്ട്. ബോക്സ് ടു സ്ലൈഡ് ഇറ്റ് അപ് ടു ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനാണ്, അതിലേക്ക് ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ആംഗിൾ ഈസ് 30 ഡിഗ്രി. അപ്പോൾ അത് ഓഫ് കോഴ്സ് ഹൊറിസോണ്ടലുമായിട്ടായിരിക്കും. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് റിട്ടാർഡിങ് മോഷൻ. അപ്പോൾ ഡയറക്റ്റ്ലി ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ്, ആ മോഷനെ റിട്ടാർഡ് ചെയ്യാൻ വേണ്ടി ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൾറെഡി ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 80 ന്യൂട്ടൺ. ഇഫ് ദ ബോക്സ് മൂവ്സ് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. ബോക്സ് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദെൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എങ്ങനെയാണ്? അപ്പം നമുക്കിത് ആദ്യം ഇതിൻ്റെ ഫിഗർ ഒന്ന് വരയ്ക്കാം. അപ്പോൾ ദിസ് ഈസ് 30 ഡിഗ്രി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു ബോഡി. അതിൻ്റെ വെയിറ്റ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 20 kg. മാസ് ഈസ് 20 kg. ഓക്കെ, പിന്നെ പറഞ്ഞേക്കുന്നത് ഹൊറിസോണ്ടൽ ഫോഴ്സ് അതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്തിനാണ്? ഇത് എങ്ങനെയായാലും മുകളിലേക്ക് തള്ളി കയറ്റാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ ഫോഴ്സ്. പിന്നെ പറഞ്ഞേക്കുന്നത് ദാറ്റ് ഈസ് മാസ് ഈസ് ഈക്വൽ ടു 20 kg. ആംഗിൾ തീറ്റ ഈസ് 30 ഡിഗ്രി. ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 80 ന്യൂട്ടൺ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഈ ബോഡി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? ഫ്രിക്ഷൻ താഴേക്കായിരിക്കും അല്ലേ? ബോഡി ഈസ് മൂവിങ് അപ്വേർഡ്. അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് താഴേക്കാണ്. ദാറ്റ് ഈസ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 80. ആ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാരലായിട്ടായിരിക്കും 80 ന്യൂട്ടൺ അല്ലേ? ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് പറഞ്ഞത്. കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആക്സിലറേഷൻ ഈസ് 0. ദെൻ ദ മാഗ്നിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം. ഇതിലെന്തൊക്കെ ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക? വെയിറ്റ് അല്ലേ? വെയിറ്റ് ഈസ്, ഞാൻ ഈ 80 ന്യൂട്ടൺ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റി എഴുതുവാണ്. ദിസ് ഈസ് 80 ന്യൂട്ടൺ. ഇതിൻ്റെ വെയിറ്റ് താഴേക്കുണ്ടല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയറക്ഷനിൽ തന്നെ എല്ലാം എടുക്കാവുന്നതായിരിക്കും, സ്ലോപ്പിംഗ് ഡയറക്ഷനിൽ. അപ്പോൾ വെയിറ്റ് ഈസ് mg. ഇതിൻ്റെ ആംഗിൾ തീറ്റ. ഇതെങ്ങനെ വന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇത് വെച്ചിട്ടുള്ള വെയിറ്റിൻ്റെ ഒരു കമ്പോണൻറ്റ് y കമ്പോണൻറ്റ് ഇങ്ങോട്ട് വരും. ഇത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് mg സൈൻ തീറ്റ. mg സൈൻ തീറ്റ ഇങ്ങോട്ട് വരുന്നു. ഒരു 80 ഫ്രിക്ഷൻ ഇങ്ങോട്ട് വരുന്നു. പിന്നെ ഫോഴ്സ് ഉണ്ട്. ഫോഴ്സ് ഇങ്ങനെയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോഴ്സും ഇതിൻ്റെ ഡയറക്ഷനിൽ തന്നെ എടുക്കണം. കാരണം എല്ലാം ആ ഡയറക്ഷനിലുള്ള എല്ലാം എടുക്കാം. അപ്പോൾ ഇത് 30 ആയതുകൊണ്ട് ഈ ആംഗിളും 30 ആയിരിക്കും. സോ ദിസ് ഈസ് എഫ് കോസ് 30. ഇത് എഫ് കോസ് 30 എന്ന് എഴുതും. ഇത് എഫ് കോസ് തീറ്റ എഴുതാം. എഫ് കോസ് തീറ്റയാണ് ഇങ്ങോട്ട്. അപ്പോൾ എന്തൊക്കെ ആക്ഷൻ ഉണ്ട്? എഫ് കോസ് തീറ്റ അങ്ങോട്ട് പോകുന്നു. ഈ ഡയറക്ഷനിൽ ഒരു 80 ന്യൂട്ടൺ ഉണ്ട്. പിന്നെ ഒരു mg സൈൻ തീറ്റയും ഉണ്ട്. അതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ? ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് യൂണിറ്റിൻ്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത്. അതായത് എന്തൊക്കെ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്, ഇത് നമുക്കിപ്പോൾ എടുക്കേണ്ടത്. ഇതിനെ 2 കമ്പോണൻ്റ് ആക്കി നമ്മൾ എടുത്തു. അപ്പം ഈ ഡയറക്ഷനിൽ എടുക്കുവാണെങ്കിൽ ഒന്ന് നമ്മുടെ mg സൈൻ തീറ്റ ഇങ്ങനെ വന്നു, പ്ലസ് നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്. ദാറ്റ് ഈ സെയിം ഡയറക്ഷനിൽ തന്നെ നമുക്ക് 80 ന്യൂട്ടണും ഉണ്ട്. സെയിം ഡയറക്ഷനിൽ ഒരു 80 ന്യൂട്ടൺ ഉണ്ട്. ദെൻ നമുക്ക് ഇങ്ങോട്ടുള്ള ഡയറക്ഷനിൽ നമുക്ക് എഫ് കോസ് തീറ്റ. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഡയറക്ഷനിൽ നമുക്കുള്ള ഫോഴ്സസ്. ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ ആക്സിലറേഷൻ 0 ആയതുകൊണ്ട് നമ്മുടെ നെറ്റ് ആക്സിലറേഷൻ m×a എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സാണ്. അപ്പം നമ്മുടെ കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് പറഞ്ഞതുകൊണ്ട് ആക്സിലറേഷൻ 0. അപ്പോൾ ഈ ടേം നമ്മുടെ 0 ആയിരിക്കും. അപ്പോൾ ആ ഡയറക്ഷനിലുള്ള നമുക്ക് ഫോഴ്സ് അങ്ങോട്ടല്ലേ പോകുന്നത്. ആക്ച്വലി ഫോഴ്സിൻ്റെ ഒരു കമ്പോണൻ്റ് അങ്ങോട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഡയറക്ഷനിലുള്ളത് പോസിറ്റീവായിട്ട് എടുക്കാം. എങ്ങനെ എടുത്താലും കിട്ടും. അപ്പോൾ എഫ് കോസ് തീറ്റ എന്തൊക്കെയുള്ള എഫ് കോസ് തീറ്റ -80 -mg സൈൻ തീറ്റ.
ഈ ഇക്വേഷൻ എങ്ങനെ വന്നെന്ന് മനസ്സിലായില്ല. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ടേം 0 ആയിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ ഈക്വൽ ടു എല്ലാം നോക്കാം. എഫ് നമുക്ക് അറിയത്തില്ല. എഫ് കോസ് 30 മൈനസ് 80 എം ജി എത്രയാണ് വന്നത്? എം എത്രയാണ് നമ്മുടെ 20. അപ്പോൾ 20 ഇൻറ്റു ജി 10. അപ്പോൾ 200 സൈൻ 30. കോസ് 30 സൈൻ 30 നമുക്ക് അറിയാമല്ലോ. അറിയാവുന്നവർ പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്യുക. അറിയാത്തവർ നമ്മളെ ഇക്വേഷൻ വരച്ചിട്ട് അല്ല നമ്മുടെ ട്രയാങ്കിൾ വരച്ചിട്ട് എടുക്കുക. അപ്പോൾ കോസ് 30 ഈസ് √3/2 സൈൻ 30 ഈസ് 1/2. അത് ഓർത്ത് വയ്ക്കണേ, അല്ലെങ്കിൽ നമ്മളിത് വരച്ചിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ എഫ് കോസ് 30 അല്ലേ ഇൻറ്റു √3/2 മൈനസ് 80 മൈനസ് 200 ഇൻറ്റു 1/2. അപ്പം എന്ത് വരും? ഇത് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. എഫ് √3/2 ഈക്വൽ ടു 80 പ്ലസ് 200/2 എന്ന് പറഞ്ഞാൽ ഇത് 100 വരില്ലേ, പ്ലസ് 100 ഈക്വൽ ടു 180. അപ്പോൾ നമ്മൾ എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 180 ഇൻറ്റു 2/√3. അപ്പോൾ ഇതിൻ്റെ ബാക്കി എഫ് √3/2 കിട്ടി, 180 കിട്ടി. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു 180 ഇൻറ്റു 2/√3. അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ആൻസർ ഒന്നും ഇതിനകത്തില്ല. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് പേടിക്കണ്ട, നമുക്ക് നന്നായിട്ട് ചെയ്യാം. അതായത് √3 എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. 180 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 180 നമുക്കൊന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് എഴുതാം. എത്ര എഴുതാം? 6 ഇൻറ്റു 3 എഴുതാം. 10 വെച്ചിട്ട് 3 നമുക്ക് അങ്ങനെ എഴുതാം. 6 ഇൻറ്റു 10 ഇൻറ്റു 3 ഇൻറ്റു 2. ഈ 2 ഇവിടെ കിടക്കുന്ന 2 തന്നെ ഡിവൈഡഡ് ബൈ √3. നമുക്ക് എഴുതാമല്ലോ. 6 2 12 120 ഇൻറ്റു 3/√3. അപ്പോൾ 3/√3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/√3 നമുക്ക് 3നെ നമുക്ക് എങ്ങനെ എഴുതാം? 120 ഇൻറ്റു √3 ഇൻറ്റു 120 ഇൻറ്റു √3 ഇൻറ്റു √3 എന്ന് എഴുതാമല്ലോ. 3നെ ഡിവൈഡഡ് ബൈ ഒരു √3. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 120√3. അതെന്താ നോക്കിയേ, ആദ്യം ഇവിടെ ഉണ്ട് 120√3. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ പേടിക്കരുത്. അതിൽ ഏതെങ്കിലും കമ്പോണൻറ്റ് ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്താലും ഒക്കെ കിട്ടുമായിരിക്കും ആൻസർ. അപ്പോൾ ഇത് വളരെ സിമ്പിളൊരു പ്രോബ്ലമാണ്. നമുക്കിവിടെ മെയിനായിട്ട് ഇത് നോക്കണം. കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് 0. അപ്പോൾ നമ്മുടെ ആസ് പെർ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ്. അപ്പോൾ നമുക്കിവിടെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ എടുക്കേണ്ട കാര്യമില്ല. കാരണം കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ ടേം 0 ആകും. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് കാരണം ഇത് സ്ലൈഡിങ്, ഇതൊരു സ്ലോപ്പായിട്ടുള്ള സാധനത്തിലൂടെ സ്ലൈഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ കമ്പോണൻറ്റ് എടുക്കണം. ഈ ഡയറക്ഷനിലുള്ള 30 ഡിഗ്രിയിലുള്ള കമ്പോണൻസ് എല്ലാം എടുക്കുക. പിന്നെ ഫോഴ്സ് പറഞ്ഞേക്കുന്നത് ഹൊറിസോണ്ടൽ ഫോഴ്സാണ്. ഇപ്പം നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മയില്ലാണ്ട് ഫോഴ്സ് ഇങ്ങനെയൊക്കെ എടുത്ത് കളയും അല്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഫോഴ്സ് ഹൊറിസോണ്ടലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെയും നമ്മൾ ആ 30 ഡിഗ്രിയിലുള്ള കമ്പോണൻ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ആ കമ്പോണൻസ് ഏതൊക്കെയാണ് കമ്പോണൻറ്റ് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് നമ്മൾ മനസ്സിലാക്കുക. അതനുസരിച്ച് അങ്ങോട്ട് അത് ഇക്വേറ്റ് ചെയ്താൽ മാത്രം മതി. സിമ്പിൾ ഇത് മാത്രമല്ല. അപ്പോൾ ഇതും നമ്മൾ നന്നായി പഠിക്കുക. ഹൊറിസോണ്ടൽ ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്, വെർട്ടിക്കൽ ആണെങ്കിൽ എങ്ങനെയാണ്, സ്ലൈഡിങ് ആണെങ്കിൽ എങ്ങനെയാണ്, ഫോഴ്സ് എങ്ങനെയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഇനി വരുന്നത്. പിന്നെ ഇത് നമുക്ക് കോസ് 30 മിക്കവാറും 30 ഡിഗ്രി 60 ഡിഗ്രി 45 ഡിഗ്രി ഇങ്ങനെ അറിയാവുന്ന ആംഗിൾസ് ഒക്കെ തരത്തുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഈ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് നെറ്റ് ഫോഴ്സ്. ആ മാസ് ഇൻറ്റു ആക്സലറേഷൻ എങ്ങാനും 0 ആണോ എന്ന് ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം, ചിലപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് കാണത്തില്ല, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കും. ഈ രണ്ട് കേസിലല്ലാതെ ബാക്കി എല്ലായിടത്തും ഈ മാസ് ഇൻറ്റു ആക്സലറേഷൻ വരും. ഓക്കെ, അപ്പം ഇത് ഞാൻ കുറേശ്ശെ ചെയ്യുന്നത് ലെങ്തി വീഡിയോ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇനിയും ഒരുപാട് പ്രോബ്ലംസ് എനിക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ട്. അത് നോക്കട്ടെ. ഇനിയിപ്പോൾ പെട്ടെന്ന് എല്ലാം കൂടെ എടുക്കണോ അതോ കുറേ പ്രോബ്ലംസ് ഇനിയും ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും കുറച്ചും കൂടെ പ്രോബ്ലംസ് എന്തായാലും ഇതിലുള്ളത് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.